അല്ലൂട്ടിയുടെ സോപ്പ് ഓയിലും ഒക്കെ തീർന്നുകൊണ്ട് ഇന്ന് നമുക്ക് ആയു വരെ പോകേണ്ട ആവശ്യമുണ്ട്. സത്യത്തിൽ സുബിൻ ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ആയു പോകേണ്ട ആവശ്യമില്ലായിരുന്നു. കാര്യം അല്ലുവിന് നമ്മൾ യൂസ് ചെയ്യുന്ന എണ്ണയും സോപ്പും ഒക്കെ സുബിൻ ചേട്ടൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് തന്നെ ഉണ്ട്. ഇതിപ്പോ അവിടം വരെ നമുക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാനും പൊന്നും കൂടെ ആട്ടോ പോകുന്നത്. അത് മാത്രമല്ല, എനിക്കും പൊന്നൂനും പോകാൻ വേറൊരു ലക്ഷ്യം കൂടെ ഉണ്ട്. ഞങ്ങൾ കുറച്ച് നാളായിട്ട് ഇങ്ങനെ പറയാ നമുക്ക് അൽഫാം കഴിക്കാൻ പോകാം അല്ലെങ്കിൽ മന്തി കഴിക്കാൻ പോകുന്നു. പക്ഷെ ഒന്നും നടക്കാറില്ല. നമ്മളെല്ലാം പ്ലാൻ ചെയ്ത് വെക്കും. ഒന്നെങ്കിൽ അവൾക്ക് എന്തെങ്കിലും ബിസി ആവും, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ബിസി ആവും. ഞാനിപ്പോ വീട്ടിൽ ഉണ്ടായതിനെ കൊണ്ട് അവൾക്കും വെക്കേഷൻ ആയതിനെ കൊണ്ട് നമ്മൾ പോവാന്ന് വിചാരിച്ചു. അങ്ങനെ എന്റെ ഇത് വെള്ളമൊക്കെ മേടിച്ച് കുടിച്ചോണ്ടിരുന്ന അല്ലൂട്ടി പെട്ടെന്നതാ ഇങ്ങനെ സൈഡായി. കാര്യം അവൾക്ക് ഉറക്കം വന്നിരുന്ന സുബിൻ ചേട്ടൻ ഇല്ലാത്തതുകൊണ്ട് ഇതെല്ലാം തന്നെ മാനേജ് ചെയ്യാൻ ഞാനും ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക. സുബിൻ ചേട്ടൻ ജോലിക്ക് പോയതുകൊണ്ടാട്ടോ. അപ്പൊ സുബിൻ ചേട്ടൻ തിരിച്ചു വന്നതിന് ശേഷം കേട്ടോ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തത്. അത് മാത്രമല്ല കേട്ടോ, ഇതിന്റെ ഇടയിൽ കൂടെ എനിക്കൊരു അബദ്ധം പറ്റി. അത് നിങ്ങൾ എന്തായാലും ആ വീഡിയോയിലൂടെ തന്നെ കണ്ടു നോക്കും. ഇത് ഞാൻ ചെറുതായിട്ടൊരു വീഡിയോ എടുക്കാൻ നോക്കിയതാ. മര്യാദയ്ക്ക് പൊന്നു എനിക്ക് വീഡിയോ എടുത്ത് തന്നെയായിരുന്നു. പക്ഷെ എനിക്കത് പറ്റിയില്ല. ഞാൻ കുറച്ച് ചരിച്ചു വെച്ചതും ഫോൺ വന്ന് മയോണൈസിൽ മുങ്ങിക്കിടക്കുന്നത്. അപ്പോഴേ അഹങ്കാരം അങ്ങ് തീർന്നു. അത് കഴിഞ്ഞ് നമ്മൾ അല്ലുവിന് സോപ്പ് ഓയിൽ മേടിക്കാൻ വേണ്ടി കോട്ടയ്ക്കലിന്റെ വൈദ്യശാല തപ്പി നടന്ന്. പിന്നെ നമ്മൾ പോയത് വേറെ ഏതോ വൈദ്യശാല. പിന്നെ അവിടെ നിന്ന് കുറേ നടന്ന് തിരിച്ചു വന്ന് സോപ്പും ഓയിലും ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ ആ വീഡിയോ എടുക്കാൻ മറന്നു പോയതാ സത്യം. എന്നുവെച്ചാൽ അത്ര തളർന്ന് വെയിലുണ്ട്. പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് ഒരു കടയിൽ കയറി ലെമണും കൂടെ കുടിച്ചിട്ട് ഞാൻ വരത്തുള്ളൂ എന്ന് പറഞ്ഞു. കാര്യം ഞാൻ അത്ര തളർന്ന്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ബാങ്കിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ ബൈ.